ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരവിന്ദാണ്. ബ്ലാക്ക് ഫ്രൈഡേ ആണ്. വീണ്ടും മറ്റൊരു ബ്ലാക്ക് ഫ്രൈഡേയിൽ ഞാൻ ജ്യൂസ് പാക്കും കൊണ്ട് എല്ലാ വർഷവും കൊണ്ട് തന്നെ വരാറ്. കാരണം ഞാൻ പറയാറുണ്ട്, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പുതിയ ഓഫറുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്കിനെ കുറിച്ച് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു മേഖലയെ സീരിയസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു പാക്ക് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പാക്ക് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങളിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നല്ല പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന, അതായത് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും, അല്ലെങ്കിൽ ഈ വെഡ്ഡിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന അവർക്ക് ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെറൊരു ടെംപ്ലേറ്റിൽ ഇതിന് ഒതുക്കി കളയരുത്. അത്രത്തോളം പ്രൊഫഷണലായിട്ടുള്ള, അത്രത്തോളം ഹൈ ലെവലായിട്ടുള്ള ഒരു പാക്കാണ് ജ്യൂസ്. അതിൻ്റെ ഓൾ ആക്സസ്, അതായത് കംപ്ലീറ്റ് പാക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്ന ഒരു ഓഫർ ഈ ബ്ലാക്ക് ഫ്രൈഡേയിൽ അവർ പകുതി പൈസയ്ക്ക്, അതായത് 50% ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനകത്ത് ചെക്ക് ചെയ്തിട്ട് ആ പാക്കിൽ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ആ ഒരു പാക്ക് തന്നെ ഏകദേശം 350ഓളം പാക്കുകൾ ഇടുന്നുണ്ട്. അതായത് 350ഓളം പാക്കാണ്. പാക്കിനകത്തുള്ള കോണ്ടൻസ് വേറെയാണ് കേട്ടോ. അങ്ങനെയും അതും ഒരുപാടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു 1000+ കോണ്ടൻറ്റ് അതിനകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എണ്ണിയിട്ടില്ല. അതൊക്കെ പോട്ടെ, പക്ഷെ നിങ്ങളത് കണ്ടു നോക്കുക. ആ ഒരു പാക്കിൻ്റെ ക്വാളിറ്റി കണ്ടു നോക്കുക. നല്ല, കാരണം ഞാൻ എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള വർക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അപ്പോൾ വരുമല്ലോ കോള്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുക. ഇതിപ്പം മേടിക്കാൻ താല്പര്യമില്ലാത്തവർക്കും കാണാമല്ലോ, അതിന് കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ആവശ്യക്കാരെന്തായാലും പർച്ചേസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. ഓക്കെ. യെസ്, നമ്മുടെ പ്രീമിയർ പ്രോവിലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കണേ. പ്രീമിയർ പ്രോവിലും ഈ ഒരു പ്ലഗിൻ വർക്ക് ചെയ്യും, അറിയാമല്ലോ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് നേരെ ഇവിടെ വിൻഡോയിൽ എക്സ്റ്റൻഷനിൽ വന്നു കഴിഞ്ഞാൽ പാക്ക് മാനേജർ 4 എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് പാക്ക് മാനേജർ 4 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പാക്കുകൾ നമുക്ക് ഇവിടെ കാണാം. ഓൾ ആക്സസ് ആണ്, കംപ്ലീറ്റ് 1 ഇയറിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 1 ഇയറിൻ്റെ ഓൾ ആക്സസ് പാക്കാണ് കേട്ടോ. ഇപ്പോൾ ഇത് എല്ലാം കൂടെ കിട്ടും. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ വാണ്ടിറ്റോൾ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാക്കാണ്. അതിലെല്ലാം ഇല്ല. ഇതിന് അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ പ്രീമിയർ പ്രോവിൽ ഞാൻ ഇതിനകത്ത് എല്ലാം വലിച്ചിട്ട പ്രീമിയർ പ്രോവിൽ ഭയങ്കര ലോഡായിരിക്കും. കൂടുതലും ആഫ്റ്റർ എഫക്ട്സിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റുകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. പക്ഷേ ഈ കാണിച്ച ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ നിങ്ങൾ, അതിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഇങ്ങനത്തെ നോക്കിയേ, ഈ എഫക്റ്റൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഓവർലേസ്, പിന്നെ ഇങ്ങനെ നോയ്സി ആയിട്ടുള്ള എഫക്റ്റുകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് കണ്ടു നോക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ലെയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ വീഡിയോസ് ഇതാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ തുടക്കം കാണുമ്പോൾ തന്നെ മനസ്സിലായി. ജസ്റ്റ് പ്ലേ കൊടുക്കുമ്പോൾ അവിടെ ചെറിയൊരു മാസ്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പ്രത്യേകം കാണിക്കേണ്ടതായില്ല. ജസ്റ്റ് ഒരാൾ പാസ് ചെയ്ത് പോയപ്പോൾ ഒരു മാസ്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള 2 ലെയേഴ്സ്, ഇതാ ഈ ഒരു ലെയർ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ, രണ്ടാമത് ഈ ഒരു ലെയർ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു നോയ്സി ആയിട്ടുള്ളൊരു എഫക്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ഈ ലെയർ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു ഫ്രെയിമിനകത്ത് കൊള്ളിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും അത്ര മാച്ചൊന്നും അല്ല ഈ വീഡിയോയ്ക്ക്. ഞാനൊരു വീഡിയോ പാലക്കാട് പുഴ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്, വൈഫിൻ്റെയും മോളുടെയൊക്കെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. കണ്ടോ, വെറുതെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെവിടെ കിട്ടും? ഇത് എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാനെന്തോ ഓൾഡ് നമുക്കിവിടെ സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ടായതുകൊണ്ടേ ഇത് സെർച്ച് ചെയ്യേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കുക. ഓൾഡ് കുറേ ഉണ്ടല്ലോ. ഓൾഡിൽ ഏതായിരുന്നു? ഓൾഡ് ഫിലിം കൺസ്ട്രക്ടർ, ഇതാണ് സാധനം കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇങ്ങനത്തെ കുറേ നോയ്സി ഡസ്റ്റ് അല്ലേ, സ്ക്രാച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്നുമില്ല, എന്താ ചെയ്യുക, അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഞാൻ വേറെ ഇതിന് വലിച്ചിടാം. അപ്പോൾ ഇതിനകത്ത് തന്നെ ആ ഒരു ഫോൾഡർ തന്നെ നോക്ക്. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ നോയ്സി എഫക്റ്റുകൾ കണ്ട, ഇങ്ങനത്തെ നോയ്സുകൾ, ഇതൊക്കെ നമുക്ക് ഫിലിം ബേൺ മുകളിൽ കൂടെ. ഈ ഫിലിം ബേണൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിഷനായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഏതൊരു വീഡിയോൻ്റെ സെൻറ്റർ, അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് മുമ്പ്, നിങ്ങൾ കണ്ടായിരുന്നോ? ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, അവിടെ ഒരു അങ്ങനത്തെ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടല്ലേ. അതൊക്കെ ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. വേറെ ട്രാൻസിഷൻ കൊടുക്കാം. ഞാൻ മൊത്തം ഈ ട്രാൻസിഷൻ മാത്രമായിട്ട് അതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതെന്താ കണ്ട, ഈ ഒരു ട്രാൻസിഷൻ വെറുതെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഏതെങ്കിലും വീഡിയോൻ്റെ മുകളിലേക്ക് ഇടുക. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചില്ല, ഇവിടെ മാച്ച് അല്ല, എന്നാലും ഇതിനകത്ത് ഒരു ഭാഗം എടുത്ത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഒന്ന് വെയിറ്റ് ചെയ്യണം. നെറ്റിൽ നിന്ന് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം. അത്യാവശ്യം നെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്മൂത്തായിട്ട് വർക്കാവുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹെവി ഫയൽസാണ്, കുറച്ച് 4K ഹെവി ഫയൽസ് ആയിരിക്കും എല്ലാം.
ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത് ഞാൻ എന്ത് ചെയ്തു, ഈ ട്രാൻസിഷൻ കറക്റ്റ് ഇതിന് നേരെ കൊണ്ടിടുക. കണ്ട ജസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ആ ഒരു ട്രാൻസിഷൻ നോക്കി അല്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ ഇവിടെ ഒരു സൗണ്ട് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല, നോക്കി ഒരു സൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡുഗുദും. അപ്പോൾ ആ സൗണ്ടും അങ്ങനത്തെ സൗണ്ടുകളും ഇതിനകത്തുണ്ട്. സൗണ്ട് പാക്ക് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. സൗണ്ട് ഇതാ പ്രോ സൗണ്ട്സ് കിട്ടില്ലൻ സൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ക്ലോത്താണ്. ക്ലോത്ത് കണ്ടോ, ജസ്റ്റ് ക്ലോത്ത്. ഈ ഒരു ഇങ്ങനത്തെ അതായത് അതത്ര ഹെവി ആയിട്ട് കേൾക്കണ്ട. ട്രാൻസിഷനിൽ കുറച്ച് സൗണ്ട് കുറച്ച് ഇങ്ങനത്തെ ഒരു സൗണ്ട് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചില സമയത്ത് നമുക്ക് കിട്ടൂലേ. ഇപ്പോൾ ക്ലോത്ത് ആണെന്ന് ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, എന്ത് സെർച്ച് ചെയ്താലും കിട്ടുന്നത് ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ സ്വിഷ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കിട്ടൂല അല്ലേ. അപ്പോൾ അങ്ങനത്തെ സൗണ്ട് എഫക്റ്റുകൾ അപ്പോൾ നമുക്ക് വിചാരിച്ച സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നോരോന്ന് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ പാക്കാണ് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ പാക്ക് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു യൂസിൻ്റെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് മാത്രം ശരിക്കും മൊത്തത്തിൽ വാങ്ങിക്കുന്നതാണ് ലാഭം തോന്നുന്നു. പിന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സാധനങ്ങളൊന്നും അല്ല. ഇപ്പം ഈ മൂവി ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഓടിച്ച് കാണിച്ചെന്ന് തോന്നുന്നു. തൊട്ട് താഴെ കുറച്ചൊന്ന് താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ കുറച്ചുകൂടെ ബോംബ് ബ്ലാസ്റ്റിംഗ് എഫക്റ്റുകൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എഫക്ട്സിലാണ് ഒന്നുകൂടെ കാണിക്കാൻ രസം. ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്. ഫ്ലാഷ് ജസ്റ്റ് ഓവർ ചെയ്യുമ്പോൾ തന്നെ കാരണം 2D ടൈപ്പ് ആനിമേഷൻസ്. ഇപ്പോൾ എല്ലാം കൂടെ കാണിക്കാൻ നേരമില്ല, കുറേ ടൈപ്പ് ശരിക്കും നല്ല മെനക്കെട്ടിട്ടുണ്ട് അവർ, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇതിനകത്ത് കാണാനുണ്ട്. ഇതെവിടാ ഇതൊക്കെ പുതിയ പാക്കുകളാട്ടോ. ബേണിംഗ് ട്രാൻസിഷൻസ് കണ്ടോ, ട്രാൻസിഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ഗംഭീര ട്രാൻസിഷൻസ് ഉണ്ട്. നിങ്ങളധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരുപാട് ട്രാൻസിഷൻ കണ്ടോ. അതൊക്കെ വെറൈറ്റി ട്രാൻസിഷനാണ്. ജസ്റ്റ് വീഡിയോയിലേക്ക് വലിച്ചിട്ടാൽ ആ ട്രാൻസിഷൻ വന്നോളും. അപ്പോൾ അത് ഞാനിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. ലട്സുകളുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ഒരു കളർ ടോണ് കണ്ടില്ലേ നിങ്ങൾ, ഞാൻ വേറെ ഗ്രേഡൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു കളർ ടോണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലട്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ലട്സ് നടിച്ചാൽ തന്നെ ഇതിൽ ഏതാ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ മറന്നുപോയി. ഇതിനകത്തുള്ളതാണ് തോന്നുന്നു. ഈ ഒരു ലട്ടിനകത്ത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്നലെ ഇരുന്ന് ചെയ്തതാണ്. അങ്ങനത്തെ വെസ്റ്റേൺ ലട്ട് എന്നൊക്കെ പറഞ്ഞാൽ പല സ്റ്റൈൽ സാധനങ്ങളുണ്ട്. കണ്ട ഇങ്ങനത്തെ ലട്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ലട്സും ഇതേപോലെ ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഈ ലട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഇതല്ല ഇതിൻ്റെ കളർ. ഈ ഒരു ലുമിറ്ററി ഓഫാക്കി ഇടുമ്പോൾ നോർമൽ ഈ ഒരു ഇതിൽ നിന്ന് ചെറിയൊരു ബ്ലൂ ടിൻ്റ്, വലിയ മാറ്റമൊന്നുമില്ലല്ലേ. എന്നാലും കുഴപ്പമില്ലാത്തൊരു ലട്ടാണ് കേട്ടോ. ഞാൻ വെറുതെ അതിൻ്റെ കളർട്ടോണൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഓൾ എസ് ആണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അതിൽ ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് സാവകാശം പർച്ചേസ് ചെയ്താൽ മതി. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എവിടെയും പറയും, എനിക്ക് ജ്യൂസ് ഏറ്റവും കൂടുതൽ എനിക്ക് ഗുണം ചെയ്തിട്ടുള്ളൊരു പാക്കാണ്. അത് ഞാൻ വെറുതെ പരസ്യം വാക്കായിട്ട് പറയുകയല്ല. എനിക്ക് ഒരുപാട് പേര് മേടിച്ചിട്ടും ഉണ്ടത്. അവർക്കൊക്കെ അറിയാം. ഗംഭീര പാക്കാണ്. അതിൻ്റെ മനസ്സിൽ തട്ടി തന്നെ പറയുകയാണ്. ഞാൻ സാധാരണ അങ്ങനെ പറയാറില്ല. ഓക്കെ, ഞാൻ നേരെ ആഫ്റ്റർ എഫക്ട്സിലേക്ക് വരികയാണ്. പ്രീമിയർ പ്രോ തൽക്കാലം ക്ലോസ് ചെയ്യണം കേട്ടോ. യെസ്, ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇപ്പോൾ തൽക്കാലം ഞാനൊരു വീഡിയോ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാനിവിടെ നമ്മുടെ കാശ്മീർ ഈ പുള്ളിക്കാരനെ ഞങ്ങൾ കൊണ്ടുപോയത്. മലയാളി യാത്ര സഹായി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുക്കൂർക്ക ഇക്കൊന്നുമല്ല. ഓൾറെഡി ഒരു പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുള്ളിക്ക് പ്രത്യേകം പ്രൊമോഷൻ കൊടുക്കണില്ല. സുക്കൂർ ഭായ്, ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം മലയാളി യാത്ര സഹായിയാണ് പുള്ളി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ മഞ്ഞില്ലാത്ത, ശരിക്കും പുറത്ത് മാത്രമേ മഞ്ഞുള്ളൂ, ബാക്കിൽ മാത്രമേ മഞ്ഞ് വീണില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 മഞ്ഞിൻ്റെ എഫക്റ്റൊക്കെ വെറുതെ ഇട്ടിട്ടുണ്ട്. ഇത് ഈ പാക്കിൽ വരുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഒരു കളർ ജസ്റ്റ് ഒരു ലട്ട് ഇട്ടിട്ടുണ്ട്. 2 മഞ്ഞിൻ്റെ എഫക്റ്റും കൂടെ ഇട്ടപ്പോൾ കുറച്ച് റിയൽ ആയിട്ടുള്ള മഞ്ഞ് അല്ലേ, അങ്ങനെ ഓവറാക്കാതെ റിയലായിട്ട് ശരിക്കും മേത്തേക്കൊക്കെ വീഴണം. ഞാൻ അത്ര ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഈ പാക്കിൽ വരുന്ന കാര്യങ്ങളാണ്. ആ പാക്ക് വെറുതെ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. നേരെ ഇവിടെ യൂസ് പാക്ക് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. മറ്റേ വിൻഡോയിലെ യൂസ് മറ്റേതാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷനിൽ പോകണം പ്രീമിയറിൽ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇറങ്ങാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് സെർച്ചിൽ സ്നോ കൊടുക്കാം. ഇവിടെ ഫാളിങ് സ്നോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്.
ഇപ്പോൾ ഇട്ടിട്ടുള്ള ആ സ്നോ മാത്രം കാണിക്കാൻ കണ്ട. അപ്പോൾ കുറച്ചും കൂടെ സ്നോ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം എത്ര സ്നോ വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ലെയേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, നേരത്തെക്കാൾ കൂടുതൽ സ്നോ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പാക്കുകൾ, ഇത് മാത്രമല്ല ഇനി ടെംപ്ലേറ്റ്സുകൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓവർലേ പാക്കുകളുണ്ട്. പിന്നെ ടെംപ്ലേറ്റ്സുകൾ ഏതൊക്കെയാണ്? ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇതിനകത്ത് മെയിൻ. ഇതിനകത്ത് ഈ റെയിൻ്റെ സാധനമൊക്കെ, ഇതൊക്കെ നോക്കി ഹെവി റെയിൻസ്, ഭയങ്കര രസമായിട്ടുള്ള മഴകളും ഇടികളൊക്കെ ഉണ്ട്. ഈ നൈറ്റൊക്കെ സിനിമ ചെയ്യുന്ന ആൾക്കാർക്ക്, അത് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പാക്കും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവും അത്. ഇപ്പോൾ നൈറ്റിലൊക്കെ ഈ മഴയുടെ സാധനമൊക്കെ സി ജിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഫക്റ്റുകളുണ്ട്. ഞാനിതിന് മുമ്പ് ഓരോന്നും വലിച്ചിട്ട് കാണിച്ചത് കൊണ്ട് അത്ര ഡീറ്റെയിലേക്ക് പോകാത്തതാണ് കേട്ടോ, മനഃപൂർവ്വം പോകാത്തതാണ്. ഇതൊക്കെ ഞാൻ പ്ലാൻസൊക്കെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ മുമ്പുണ്ട്. ഇതിന് ഞാനിപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിൻറ്റേജ് ഈ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടെംപ്ലേറ്റ് കാണിക്കാം. ഇപ്പോൾ ഇതിനകത്ത് കണ്ടേ ഒരു വിൻറ്റേജ് ടൈറ്റിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ഒരു പുതിയ കോമ്പോസിഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഫയലിൽ ചെയ്യാം. ഒരു പുതിയ ഫയലിലേക്ക് ഞാൻ നേരെ ഈ നൈറ്റ് മെയർ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാണ്. ഇതൊരു ടെംപ്ലേറ്റ് ആണ്, കംപ്ലീറ്റ് ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ഒരു ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. 4K ആണ്, നല്ല ലോഡുണ്ട്. അപ്പം എന്താ ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റ് ഇവിടെ കുറേയൊക്കെ കട്ടായി പോയതിന് കാരണം എന്താ വെച്ചാൽ അവരുടെ ഫോണിന് നമ്മുടെ ഫോണിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ടാവും. അതായത് നമുക്ക് ടെക്സ്റ്റ് ആണെങ്കിലും ഈ ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമേജസ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെ ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നേരെ ഡ്രാഗ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഇപ്പോൾ വെൽക്കം അവർ തിയേറ്റർ, അപ്പോൾ വെൽക്കം എന്നുള്ള വാക്ക് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആ വേർഡ് മാറ്റാം. ഇവിടെ ഈ ടെക്സ്റ്റ് ഈ അവർ തിയേറ്റർ എന്നുള്ളത് വേണ്ട മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പോൾ മെയിൻ ടെക്സ്റ്റ് ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടെ ഞാൻ വേറെ എന്തെങ്കിലും പേര്, ഇപ്പോൾ മനക്കോട്ടാന്ന് കൊടുത്തു. കുറച്ച് വലുപ്പം കൂടുതലാണ് അല്ലേ, ഒന്ന് ചെറുതാക്കി വെക്കാം. ഇതാണ് ആ കോമ്പോസിഷനെ. അപ്പോൾ ചില ഫോണ്ട് മാറുമ്പോൾ ചിലപ്പോൾ ഹൈറ്റ് കൂടിയും കുറഞ്ഞൊക്കെ വരും. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫോണ്ട്, അവരുപയോഗിച്ച ഫോണ്ട് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോണ്ട് കൊടുക്കുക. അപ്പോൾ തൽക്കാലം പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫോണ്ട് ഇങ്ങനെ കൊടുത്തു. ഒന്ന് സ്കെയിൽ ചെയ്ത് ഒന്ന് സെൻറ്ററാക്കിയൊക്കെ വെച്ചു. ഞാൻ വർക്കിൻ്റെ സ്റ്റാൻഡേർഡൊന്നും നോക്കണില്ല, പെട്ടെന്നൊന്ന് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ മനക്കോട്ട എന്നുള്ള വേർഡ് മാറ്റിയപ്പോൾ തന്നെ യെസ് കണ്ടോ, ആ വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അടുത്ത വേർഡ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ബാക്കിയൊന്നൊക്കെ ഇനി നമുക്ക് ടെംപ്ലേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് സിമ്പിളായിട്ടുള്ള. ഇപ്പോൾ ഇവിടെ ബിൽഡ് അവർ ഡ്രീംസ് എന്നുള്ള വാക്ക് എഴുതാം. ബിൽഡ് അവർ ഡ്രീംസ്, ആ ഒരു വാക്കും കൂടെ എഴുതി കഴിഞ്ഞപ്പോൾ ഓക്കെ. അങ്ങനെ താഴെ കാണുന്ന എന്തൊക്കെ മാറ്റണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു ആനിമേഷൻ അവിടെ, ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ടൈറ്റിൽ അവിടെ ക്രിയേറ്റ് ആയി. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, കണ്ട സിമ്പിളായിട്ടുള്ളൊരു വിൻറ്റേജ് ടൈപ്പ് ആനിമേഷൻ കിട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ എത്ര എണ്ണം, ഇത് ശരിക്കും പറഞ്ഞാൽ കാണിച്ചാലും തീരാത്തത്ര ഉണ്ട്. ഞാൻ വെറുതെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിക്കാം. പിന്നെ അതേപോലെ സൗണ്ട് എഫക്റ്റ്, ഒരു മോൺസ്റ്റേഴ്സാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, നല്ല രസമാണെന്ന് കേട്ടു. ഒരു മോൺസ്റ്റേഴ്സിൻ്റെ ഞാൻ ഡൗൺലോഡ് ചെയ്യണം. മോൺസ്റ്റേഴ്സിൻ്റെ സൗണ്ട് എഫക്റ്റിൽ ഇപ്പോൾ പ്രേത പടത്തിലേക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റ് വേണമെന്ന് വിചാരിച്ചോ, കേട്ടോട്ടോ. നോക്കോ, ഇതൊക്കെ വെച്ചിട്ടില്ല. മറ്റേ എന്താ പറയുക, മോൺസ്റ്റേഴ്സിൻ്റെ സൗണ്ട് തന്നെ അല്ലേ. പൊളി. അങ്ങനത്തെ കുറേ വേറെന്താ താഴേക്ക്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ തന്നെ ഇത് പ്രീമിയറിൽ കാണിക്കാറില്ലേ. പ്രീമിയർ വെറുതെ അങ്ങനെ വലിച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനത്തെ സൗണ്ട് ഒരു ലെയറിന് മുകളിൽ വേറെ ലെയർ ഇടുക. ഇപ്പോൾ ഇങ്ങനത്തെ എന്നുള്ള സൗണ്ടും സ്ക്രീമിങ് സൗണ്ടും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു സൗണ്ട് കിട്ടും അല്ലേ. അങ്ങനത്തെ പാക്കുകളുണ്ട്. പിന്നെ ഫൈറ്റ് സ്റ്റണ്ടൊക്കെ ഉണ്ട്. സ്റ്റണ്ട് എന്നാണോ എന്നറിയില്ല, ഫൈറ്റ് എന്നാണോ എന്താണ് നോക്കട്ടെ കേട്ടോ. ഫൈറ്റ് ഇത് സൗണ്ട് എഫക്റ്റിൻ്റെ ഇത് കേട്ടോട്ടോ.
മോനെ ഇത് വെറുതെ ഇങ്ങനെ ഓവർ ചെയ്ത് കളിക്കാൻ എന്ത് രസം നോക്കി. ശരിക്കും അയ്യടാ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇടിച്ചിട്ട് ഈ സൗണ്ട് എഫക്റ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പഞ്ച് തിയേറ്ററിലൊക്കെ കേൾക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് കുറച്ച് നേരം ഇതുമ്പോൾ സമയം കളയാം. ഇത് പൊളി ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയി പോയിട്ടോ സാധനം. പൊളി സാധനം. അങ്ങനെ സത്യത്തിൽ ഇവർക്കൊരു പറ്റിക്കൽ പരിപാടിയില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും അഡ്വർടൈസ്മെൻ്റൊക്കെ ഐസ്ക്രീമിൻ്റെ പരസ്യം അല്ലേ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പേര് മാറ്റി കൊടുത്താൽ മാത്രം മതി എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ബർഗർ പ്രൊമോ കണ്ടോ. നല്ല രസമായിട്ടുള്ള ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേറൊരു സാധനം ഉണ്ടല്ലോ, ഒരു മിനിറ്റ്. ഈ ഹോസ്പിറ്റൽ ഹ്യൂമൻ ഇതന്നെ ഹ്യൂമൻ അനാറ്റമി. ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി റണ്ടർ സാധനങ്ങളാണ് കേട്ടോ. നല്ല ഹൈ ക്വാളിറ്റിയിൽ അവർ ഇങ്ങനത്തെ വീഡിയോസ്, അതായത് ഹ്യൂമൻ അനാറ്റമി ഇല്ലേ അങ്ങനത്തെ വീഡിയോസ്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഇപ്പോൾ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ ഒരു ടെംപ്ലേറ്റ്സ് പ്രീസെറ്റ്സ് വീഡിയോസ് വെച്ചിട്ട് അങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ പറ്റും ഒരുപാട്. അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നൊരു പശ്ചാത്തലം കാണിക്കാമെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീനിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആഡ് ചെയ്ത് ചെയ്യണമല്ലേ, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഒരിടത്തും കോപ്പിറൈറ്റ് ചോദിക്കേണ്ടത് കണ്ടോ. നല്ല ഹൈ ക്വാളിറ്റി റെൻഡേഴ്സ് സാധനങ്ങൾ വെറുതെ നമുക്കൊന്ന് വലിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വലിച്ചിടാം നോക്കിയാൽ നല്ല 4K ക്വാളിറ്റി 3D റെൻഡർ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പം ഞാൻ ഏതൊരു ഇതാണ് കണ്ട. അപ്പം ഇങ്ങനത്തെ വെറുതെ ഡ്രാഗ് ചെയ്തിടാം, കണ്ടില്ലേ. അങ്ങനെ ഹൈ ക്വാളിറ്റി റെൻഡേഴ്സ് അങ്ങനെ ഓരോരോ പർപ്പസാണല്ലോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ മുഴുവൻ കണ്ട ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ചില ഹോസ്പിറ്റലൊക്കെ അവർക്കൊക്കെ ഇങ്ങനത്തെ വർക്കുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂസിനെ കുറിച്ചൊന്ന് ഓർത്തോളൂ കേട്ടോ. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പർച്ചേസ് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പാക്കുകളാണ്. അങ്ങനെ കുറേ സിനിമാറ്റിക് പാക്കുകൾ, ട്രാൻസിഷൻസ്, സൗണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. എല്ലാം ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണിക്കണില്ല. അപ്പോൾ എന്തായാലും താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഏകദേശം $468 50% ഓഫ് ഉണ്ട്. $234 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് മലയാളിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലായിട്ട് തോന്നാം. പക്ഷേ പറഞ്ഞ പോലെ എന്തെങ്കിലും പർപ്പസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഇപ്പം എന്തെങ്കിലും ഹോസ്പിറ്റൽ പശ്ചാത്തലമൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെവി വർക്കുകൾ, അതായത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള, അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്താലും നഷ്ടമില്ല എന്ന് തോന്നുന്നവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് ഇതിന് മുമ്പുള്ള ഏജ് ഞാൻ അത്ര പേര് ഇത് മേടിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കുക. നല്ല ഓഫറാണ്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഈ പാക്കുകളൊക്കെ നോക്കുക. നിങ്ങൾക്ക് വേണ്ട പാക്കുകൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. എന്ത് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ കുറച്ച് പ്രൊഫഷണലായിട്ട് ഈ ഒരു മേഖലയിൽ കാണുന്ന ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രൊഫഷണൽ ഫ്രണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്യുക ഈ പാക്കിനെ കുറിച്ച്. ഈ പാക്ക് ചിലപ്പോൾ അവർ നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്രത്തോളം വില കുറച്ച് കിട്ടിക്കോണമെന്നില്ല. അതൊന്ന് നമ്മുടെ മനക്കോട്ട ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫറൊക്കെയാണത്. അധിക കാലം ഉണ്ടാവില്ല ഈ ഓഫർ. ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ അനുബന്ധിച്ചാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് ആണ് ഈ ഒരു ഓഫറൊക്കെ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും നോക്കുക. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കൂടെ നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവീന്ദ്. താങ്ക് യു.